ശരിക്കും പറഞ്ഞാൽ അതങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മെമ്പർക്കറിയാം. ശരിക്കും പറഞ്ഞാൽ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ പഞ്ചായത്തിൻ്റെ എല്ലാ പ്രദേശത്തും നടക്കുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജംഗിൾ പാർക്ക് എന്ന് പറയുന്നത് ഈ റോഡിൽ നിന്ന് തന്നെ കുറച്ച് ഉള്ളിൽ കയറി ചെന്നാൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാർഡ് മെമ്പർമാരും കൂടി തന്നെയാണ് അവരവരുടെ വാർഡുകളിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം മെമ്പർമാർക്കുണ്ട്. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു ഈ ഇത്രയും നാളിനിടയ്ക്ക് അത്തരത്തിലുള്ള ഒരു ചർച്ചകളോ കാര്യങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും ഭരണസമിതിയുടെ ശ്രദ്ധയിൽ വന്നിട്ടുമില്ല. അല്ല, അതിപ്പം എൻ്റെ തുടക്ക സമയത്തായിരുന്നു. അത് ഇദ്ദേഹം ഈ വിവരാവകാശമായിട്ട് വരുന്ന സമയത്ത് തന്നെയായിരുന്നു. അപ്പം ആ സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനത്തിനൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ലൈസൻസിൻ്റെ ആവശ്യകത വരുന്നില്ല. അത് ഒരു സംരംഭത്തിൻ്റേതായ ഒരു വരുമാനദായക പ്രവർത്തനമായിട്ട് ഇതിനെ കണക്കാക്കാൻ കഴിയുകയുമില്ല. അപ്പോൾ എന്തായാലും ആ നിലയ്ക്ക് അല്ല പിന്നീട് തുടർന്ന് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോയത് എന്നുള്ളത് അത് വളരെ ഈ സംഭവം നടക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. ടിക്കറ്റ് ഉൾപ്പെടെ വെച്ച് അവിടെ പ്രവേശനം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ അവസാനമാണ് അറിഞ്ഞത്. ഇല്ല പഞ്ചായത്ത് ഭരണസമിതിയുടെയോ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അതെ അതിപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം തന്ന ആ വിവരാവകാശത്തിൻ്റെ ചോദ്യത്തിൽ പോലും ഈ പാർക്ക് എന്ന ഒരു വേർഡിങ്ങേ വന്നിട്ടില്ല. അത് അതുകൊണ്ട് തന്നെ അതൊരു സംരംഭമായിട്ട് കണക്കാക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർക്ക് അത്യാവശ്യ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമായിട്ട് മാത്രമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. പക്ഷേ പിന്നീട് അതിൻ്റെ ഈ പാർക്കിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ലൈസൻസ് ഇല്ലാത്തൊരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് അത് നോട്ടീസ് ഇഷ്യൂ ചെയ്യും. അതിൽ ലൈസൻസ് ലഭിക്കുന്നതിന് തന്നെ ഓരോ സ്ഥാപനത്തിൻ്റെയും വ്യത്യസ്ത സ്വഭാവത്തിനനുസരിച്ച് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒരു NOC ഉൾപ്പെടെ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ പഞ്ചായത്തിന് ലൈസൻസ് നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ പഞ്ചായത്തിന് നേരിട്ട് ലൈസൻസ് ഒരു അപേക്ഷ കിട്ടിയാൽ ഉടനെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ല ഉള്ളത്. അപ്പോൾ അതിനുള്ള നടപടി എടുക്കേണ്ടതായിരുന്നു. ശരിക്ക് അതിനുള്ള അപേക്ഷ വയ്ക്കുകയും ആ അപേക്ഷയുടെ ഓരോ കാറ്റഗറിയിൽ വരുന്ന സംരംഭങ്ങൾക്കും ഹാജരാക്കേണ്ട രേഖകൾ ഉൾപ്പെടെയുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടതായിരുന്നു. എന്തായാലും ലൈസൻസിനുള്ള അപേക്ഷ അവർ പഞ്ചായത്തിൽ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്.